കഴിഞ്ഞ ദിവസേ ഞാൻ 500 രൂപയ്ക്ക് ഇന്റർനെറ്റ് കൊടുക്കുന്നുണ്ടെന്ന ഒരു വീഡിയോ ചെയ്തിട്ട് ഏകദേശം 1 മില്യന്റെ അടുത്ത് ആൾക്കാർ കണ്ടുട്ടോ. ഒരുപാട് സന്തോഷം. കുറെ ആൾക്കാർ ഈ സർവീസ് മോശമാണെന്നൊക്കെ പറഞ്ഞ് തല്ലിപ്പൊളിയാണ് ഉടായിപ്പാന്നൊക്കെ പറഞ്ഞു. അവരോട് എനിക്കെന്നേ പറയാനുള്ളൂ, അതൊക്കെ വെറും നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. നമ്മൾ പക്കയായിട്ട് സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ കേരള വിഷൻ ആയാലും കെ ഫോൺ ആയാലും അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം അതിന്റെയൊക്കെ സ്പീഡ് കറക്റ്റ് ആണ്, സ്റ്റേബിൾ ആണ്. ഇത് ഇന്നിപ്പോ ഒരു കസ്റ്റമർ വീട്ടിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. 41.85 സ്പീഡ് കിട്ടുന്നത് 40 MB പ്ലാനാണ്. നമുക്ക് കറക്റ്റ് സ്പീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ കേരള വിഷന്റെ അല്ലെങ്കിൽ കെ ഫോണിന്റെ ഏത് പ്രൊവൈഡറുടെ റൂമിൽ നിന്ന് വരുന്ന സിഗ്നലും ആ സ്വിച്ചിൽ നിന്ന് നമ്മളെ റൂമിലുള്ള സ്വിച്ചിലേക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. ആ സിഗ്നൽ കൂടാനും കുറയാനും പാടില്ല. അതേപോലെ നമ്മൾ വീട്ടിലേക്ക് കൊടുക്കുന്ന കണക്ഷൻ കറക്റ്റ് ആയിരിക്കണം. സിഗ്നൽ കൂടാനും കുറയാനും പാടില്ല. ഇത് കൂടിയാലും കുറഞ്ഞാലും കസ്റ്റമർക്ക് സ്പീഡിനെ ബാധിക്കും. ട്രാഫിക്കിൽ എന്തെങ്കിലും ലൂപ്പ് വന്നാലൊക്കെ കസ്റ്റമർ സ്പീഡിനെ നല്ല പോലെ ബാധിക്കും. ഇത് കണ്ടോ, ഒരു പാച്ച് കോഡിൽ പച്ച സോക്കറ്റും നീല പാച്ച് കോഡാണ് അടിച്ചത്. ഇത് തെറ്റായ രീതിയാണ്. ഇങ്ങനെ ചെയ്താലും കസ്റ്റമർക്ക് പക്കറ്റ് സ്പീഡ് കിട്ടില്ല. അതേപോലെ നമ്മൾ റൂമിലിരിക്കുന്ന മെഷീനറീസ് നമ്മൾ കറക്റ്റ് ടൈമിൽ ഫയർവെയറും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യണം. അതിൽ ലോഡ് ചെയ്തിരിക്കുന്ന മോഡത്തിന്റെ എണ്ണം നമ്മൾ എപ്പോഴും ഓഫ്ലൈനിലുള്ള എല്ലാ മോഡങ്ങളും ഡിലീറ്റ് ചെയ്തിരിക്കണം. കാരണം നമ്മളെ സെറ്റ് ബോക്സ് പോലെയല്ല, നെറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താലേ കസ്റ്റമർക്ക് ആ പെർഫോമൻസ് കിട്ടുള്ളൂ. അതേപോലെ മോഡത്തിന്റെ ഉള്ളിൽ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. DNS ഒക്കെ മാനുവലായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ പിങ് കറക്റ്റ് ആയിട്ട് കസ്റ്റമർക്ക് കിട്ടുള്ളൂ. പിങ് കിട്ടിയാൽ തന്നെ കസ്റ്റമറെ സ്പീഡ് ഇഷ്യൂ ഒരുപാട് തീരും. കാരണം ഓൺലൈൻ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്നവർക്ക് കറക്റ്റ് ആയിട്ട് മാനുവലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം.